ഈ ബസ് ഉയർത്തി ഇതിൽ നിന്നുള്ള ആളുകളെ ഇതിൽ മറ്റേ ആളുകൾ ആരെങ്കിലും കുടുങ്ങിക്കൊണ്ട് കിടക്കുന്നുണ്ടോ? അതായത് ബസ് ഉയർത്തിയതിനു ശേഷം ബസ്സിന്റെ അടിയിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു. അതിനുശേഷം ഈ ബസ് മറിഞ്ഞ ഭാഗത്ത് ഒരു ഓടയുണ്ടായിരുന്നു. കുറച്ച് പേർ അതിനുള്ളിൽ അകപ്പെട്ട് കിടന്നിരുന്നു. അപ്പോൾ അവരെ തന്നെ നേരത്തെ തന്നെ നാട്ടുകാർ ഇടപെട്ട് മാറ്റിയിരുന്നു. അതിനുശേഷം അവരുടെ സാധനങ്ങൾ എന്തെങ്കിലും ഒക്കെ തന്നെ അവിടെ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ബസ് ഉയർത്തിയത്. ഈ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ നമുക്ക് മന്ത്രി ജി ആർ അനിലിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ലഭ്യമാക്കുകയാണ്. ഡോക്ടേഴ്സ് എല്ലാം സജീവമായിട്ടുണ്ട്. മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാം വളരെ നന്നായി അലർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ ഇത് തന്നെയാണ് നെടുമങ്ങാട് ആശുപത്രിയിലെയും അവസ്ഥ. നെടുമങ്ങാട് സ്പോട്ടിൽ RDO നിൽപ്പുണ്ട്. നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ മുനിസിപ്പൽ ചെയർമാനുണ്ട്. അതുപോലെ തന്നെ അവിടെ നെടുമങ്ങാട് ആശുപത്രിയിൽ DYSP നിൽപ്പുണ്ട്. എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും അവിടെ നടത്താൻ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമെല്ലാം സജീവമായി. ഇവിടെ വന്നവരുടെ പരിക്കൊക്കെ എങ്ങനെയാണ്? ഇവിടെ വന്നവരുടെ പരിക്ക് അപകടകരമാകുന്ന അവസ്ഥയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ മറുപടി. അവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും ഡോക്ടർമാർ നൽകുകയാണ്. ഞാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ കളക്ടറും അടക്കമുള്ള എല്ലാ പേരും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കിട്ടിയ വിവരം അനുസരിച്ച് നല്ല റോഡാണ്, നല്ല വാഹനം നല്ല സ്പീഡായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റു വിവരങ്ങൾ എനിക്ക് അന്വേഷിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ. ഡ്രൈവറെ നമുക്കിതുവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഡ്രൈവർ അവിടെ ഹോസ്പിറ്റലിലും DYSP കണ്ടതായിട്ട് പറഞ്ഞില്ല. ഇവിടെ തിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ഈ ഒരു അപകടാവസ്ഥയിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടേ പറയാൻ കഴിയും. 49 പേര് മൊത്തം വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 26 പേര് ഇവിടെ 25, അവിടെ 7 പേര്. ബാക്കിയുള്ളവർ നെടുമങ്ങാട് ഹോസ്പിറ്റലിലുണ്ട്. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരാൾ മരണപ്പെട്ടു. ദാസിനി എന്ന് പറഞ്ഞാൽ 61 വയസ്സുള്ള ഒരു ലേഡി. മറ്റ് ആരും തന്നെ ഗുരുതരമായ അവസ്ഥയിൽ അവിടെ ഇല്ല. ഒരുവിധമുള്ളവരെല്ലാം ഇനി അയക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഡോക്ടർ പറഞ്ഞത് ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ നൽകുന്നുണ്ട്. അപകടകരമാവുന്ന അവസ്ഥ പറയാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഒരു വിഷയവും ഇവിടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടില്ല.